ഇടുക്കിയിലേക്കാണ്. അവിടെ മയിലാടുംപാറ ഏലത്തോട്ടത്തിലെ കുഴിയിൽ കടുവ വീണു. വനവകുപ്പ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കടുവയെ വെടിവെച്ച് പിടികൂടുമെന്നാണ് പറയുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായുണ്ട്. ജെയിൻ, എപ്പോഴാണ് ഈ കടുവ കുഴിയിൽ വീണത്? വേഗത്തിൽ തന്നെ ഇതിനെ പിടികൂടി കൊണ്ടുപോകാൻ കഴിയുമോ? ഈ പ്രദേശത്ത് കാര്യമായി ശല്യമുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ള മേഖല തന്നെയാണ്. കാരണം ഇത് കേരള തമിഴ്നാട് ബോർഡറിൽ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് ഈ കടുവ ഇപ്പോൾ ഈ കുഴിയിൽ വീണിരിക്കുന്നത്. വലിയ ആഴത്തിലുള്ള കുഴിയല്ല, ഏതാണ്ട് 8 അടി താഴ്ചയുള്ള ഒരു കുഴിയാണ്. ആ കുഴിയിലാണ് ഈ കടുവ വീണിരിക്കുന്നത്. കടുവയെ ഉടൻ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് ആണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കുറച്ച് അക്രമവാസന പുലർത്തുന്ന കടുവയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് കരയിലേക്ക് ചാടി കയറാൻ ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ കുമളിയിൽ നിന്ന് ഒരു കൂട് അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മയക്കുവെടി വെച്ച് ഇതിനെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് എത്തിക്കാനാണ് തീരുമാനം. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിലായിരിക്കും ഇതിനെ തുറന്നുവിടാൻ സാധിക്കും. ശരി. ഇടുക്കിയിലാണ് കടുവ കുഴിയിൽ വീണത്. ഒരു നായയും ഒപ്പം കുഴിയിലുണ്ട് എന്നാണ്. എന്തായാലും ഇതിനെ പിടികൂടി വന്യജീവി സങ്കേതത്തിലേക്ക് വിടാനാണ് വനവകുപ്പിൻ്റെ തീരുമാനം.